എണീറ്റ് കുറച്ചു നേരം നടക്കുക, അമ്പലത്തിൽ പോയി 10-15 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക, അത് ശീലിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ, നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് തലയിലുള്ള നമ്മുടെ ആലസ്യം എന്ന് പറയുന്ന, ലതാർജി എന്ന് പറയുന്ന വലിയൊരു ശത്രു, നമ്മുടെ ഒരു ജീവിതത്തിന്റെ പുരോഗതി തടസ്സപ്പെടുത്തുന്ന ഒരു ശത്രു നമ്മളിൽ നിന്നും ക്രമേണ മാറാൻ തുടങ്ങും. അപ്പൊ അതാണ് ഇന്ന് രോഗങ്ങൾക്കുള്ള ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് മോർണിംഗ് വാക്കാണെന്നൊക്കെ പറയുന്നതിന് കാരണം ഈ ലെത്താർജിക് മൈൻഡ് എപ്പോഴും ഡള്ളാണ്. ഡള്ളായിരുന്ന മൈൻഡിൽ എപ്പോഴും ഒരു മൂഡ് ഓഫ് ആണ്. മൂഡ് ഓഫ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് എന്നും ആരോഗ്യ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആക്റ്റീവായിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ശരീരത്തിന് പോലും പ്രതിരോധം ഉണ്ടാവുകയുള്ളൂ. ഗീതയിൽ നമ്മൾ 3-ാം അധ്യായത്തിൽ കണ്ടു കൃഷ്ണൻ പറയുന്നത്, നഹിക്കശിക്ഷണമബീജാതു തിഷ്ടത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതി ജൈർഗുണേ. ഹേ അർജുന, ഒരിക്കലും നീ ആലസ്യത്തിന് വിധേയനായി ജീവിക്കരുത്. കാരണം ആലസ്യം അവശനാക്കും, രോഗിയാക്കും, നാളെ നിന്നെ തളർത്തിക്കളയും. അപ്പൊ അതുകൊണ്ടൊരു കൃത്യനിഷ്ഠ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അച്ഛനും അമ്മയും അധ്യാപകരും പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താം. അപ്പൊ ജീവിതത്തിൽ വിജയിക്കണം, ഉയരണം, ഉന്നതരാവണം എങ്കിൽ അതിന് വേണ്ടുന്നത് ഏറ്റവും നല്ല കരുത്തുള്ള, ഏകാഗ്രതയുള്ള, ശക്തിയുള്ള ഒരു മനസ്സാണ്. ഈ മനസ്സ് നമ്മൾ രൂപപ്പെടുത്തിയാൽ മാത്രമേ, പരിശീലിപ്പിച്ചെടുത്തിയാൽ മാത്രമേ, പരിവർത്തനപ്പെടുത്തിയെടുത്താൽ മാത്രമേ ആ രീതിയിലാവുകയുള്ളൂ. ശരീരത്തിന്റെ മറ്റവയവങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് വികസിച്ചു വന്നോളൂ. പക്ഷെ മനസ്സ് നിങ്ങളുടെ പ്രയത്നത്തിൽ വികസിക്കുന്നതാണ്. മനസ്സിനെ അല്ലാതെ വികസിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിന് ചില കൃത്യനിഷ്ഠകളും പരിശീലനങ്ങളും ആവശ്യമുണ്ട്. അപ്പൊ രാവിലെ തന്നെ നിങ്ങൾ കൃത്യമായി എണീറ്റ് കുറച്ചു നേരം നടക്കാൻ ഇറങ്ങി, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ചുറ്റും പ്രദക്ഷിണം വെക്കുക. നമ്മുടെ അമ്പലങ്ങളൊക്കെ ആണെങ്കിൽ വലിയ ഏരിയ ഉള്ളതുകൊണ്ട് പ്രദക്ഷിണമൊക്കെ വെക്കാം നമുക്ക്. അങ്ങനെയൊക്കെ പ്രദക്ഷിണം വെച്ച് നമ്മൾ ശീലങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ താമസികമായ ഗുണത്തെ നമുക്ക് ക്രമേണ ഇല്ലാതാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശീലിച്ചു നോക്കൂ. നിങ്ങൾ ഇത് ഐൻസ്റ്റീൻ പറയുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഐൻസ്റ്റീൻ പറഞ്ഞു, യു കാൻ ഡിസ്ട്രോയ് എനർജി. തമോ ഗുണം എന്ന് പറയുന്ന, ലെഥാർജി എന്ന് പറയുന്ന, ആലസ്യം എന്ന് പറയുന്ന ഒരു ഡൾ എനർജിയാണ്. ആൻഡ് ഹൗ ക്യാൻ യു ട്രാൻസ്ഫോം ദ എനർജി? വിത്ത് വൺ ഫോം ഓഫ് എനർജി യു ക്യാൻ ചേഞ്ച്. ഒരു ഫോം ഓഫ് എനർജി കൊണ്ട് നിങ്ങൾക്ക് ഒരു വേറെ ഫോം ഓഫ് എനർജിയിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ മാറ്റാം. സോ വെൻ യു ഡെവലപ്പ് ആക്ടിവിറ്റി, ദ ഡൾനെസ് ഗ്രാജുവലി ഇവൻച്വലി മൂവ് ഇൻ ടു ക്രിയേറ്റീവ്. അപ്പൊ നമ്മൾ ആക്ഷൻ കൊണ്ട് ഇൻആക്ടിവിറ്റിയെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പൊ ആക്ഷൻ, പ്രവൃത്തി കൊണ്ട് മാത്രമേ നമ്മളിലെ ആലസ്യത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇത് ഐൻസ്റ്റീൻ പറഞ്ഞത് തന്നെയാണ്. കൃഷ്ണൻ 5000 വർഷം മുമ്പ് അതാണ് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കരുത് താനെ നിങ്ങളുടെ വ്യക്തിത്വം മാറുന്നുള്ളത്. വ്യക്തിത്വത്തെ അങ്ങനെ താനെ മാറ്റാൻ പറ്റില്ല. രാവിലെ 8 മണി വരെ കടന്നുറങ്ങിയിട്ട് നിങ്ങൾ എന്ത് വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ക്ലാസ്സിൽ